നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് ഒരു വർക്കും ഇല്ലാതെ ഹോമിൽ വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചില കൂട്ടുകാർ വന്നിട്ട് പറയും, പഴയ സ്കൂളിനെ കുറിച്ച് നൊസ്റ്റാൾജിയൊക്കെ പറയും. ഞാനും എൻ്റെ സ്കൂളിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ജപ്പാൻകാർ ഈ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഓർക്കുന്ന പോലെ. ഇന്ന് ആർക്കും ഓർമ്മയില്ലാത്ത ഏതോ ഒരാളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്കൂളിലാണ് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ചേർത്തത്. എന്നെ ചേർത്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഇവനെ നല്ലപോലെ തല്ലിക്കോണം, എങ്കിലേ ഇവൻ നന്നാവുള്ളൂ എന്നത്. ഇങ്ങനെ തല്ലി നന്നാക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ ടീച്ചർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ തല്ലണം, പ്രിൻസിപ്പൽ കുറ്റം ചെയ്താൽ മന്ത്രി തല്ലണം, മന്ത്രി കുറ്റം ചെയ്താൽ കോടതി പിടിച്ച് തല്ലണം. ഇങ്ങനെ നന്നാക്കാൻ നിയമമില്ലാത്ത രാജ്യത്ത് വെറുതെ നന്നാൻ വേണ്ടി തല്ലുകൊണ്ട് അവസാനം നന്നാവാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീഡിയം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിന് മീഡിയം ലെവലിലൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്, ഈ മീഡിയം ചായ എന്നൊക്കെ പറയുന്ന പോലെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. ഈ എല്ലാവരുടെയും ബയോഡേറ്റയിൽ ഭാഷാ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വയ്ക്കും, അതായത് എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. എൻ്റെ ബയോഡേറ്റയിൽ അതിന് അഡീഷണൽ ഒരു കോളം കൂടെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, പക്ഷേ കണ്ടാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ആണെന്നുള്ളത്. ഹിന്ദി എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, കണ്ടാൽ മനസ്സിലാവും ഹിന്ദി ആണെന്നുള്ളത്. ചിലപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ വയ്ക്കാറുണ്ട്, കേട്ടാൽ പേടിയാവുന്നുള്ളതും കൂടെ. എന്തായാലും ആ സ്കൂളിലെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി പലതരം ടാക്സ് ഈടാക്കും, ടാക്സ് അല്ല ഫീസ് ഈടാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ്. സ്കൂളിലെ ടീച്ചർമാർ വേറെ നടത്തുന്ന ട്യൂഷന് പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിന് സ്കൂളുകാർക്ക് എന്തിനായി ട്യൂഷൻ ഫീസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടുള്ളതാണ് അഡീഷണൽ ഫീസ്, തൂക്കിപ്പറക്കി അടിക്കുന്നതിനാണ് ഈ അഡീഷണൽ ഫീസ്. പിന്നെയുള്ളത് മ്യൂസിക് ഫീസ്. രാവിലത്തെ പ്രാർത്ഥനാഗാനം, വൈകുന്നേരത്തെ ദേശീയഗാനം, ഇത് രണ്ടുമാണ് അവിടുത്തെ മ്യൂസിക് ഞാൻ കേട്ടിട്ടുള്ളതിൽ. പിന്നെയുള്ളത് ലൈബ്രറി ഫീസ്. എൻ്റെ സ്കൂളിലെ ലൈബ്രറിക്കാട്ടും പുസ്തകമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ. അതിൽ നടുക്കത്തെ പേജ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സമാധാനമുണ്ട്. പിന്നെയുള്ളത് സ്വിമ്മിംഗ് ഫീസ്. സ്കൂളിൽ വെള്ളം പൊങ്ങുമ്പോൾ താറാക്കൂട്ടം പോലെ നീന്തി പോകുന്നതാണ് അവിടുത്തെ സ്വിമ്മിംഗ് ഫീസ്. പിന്നെയുള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഫീസ്. സ്കൂളിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് തെങ്ങിന് മടൽ വെട്ടി ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബാറ്റും കല്ലിന് പുറത്തൂടെ കടലാസ് കെട്ടി റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബോളുമാണ് അവിടുത്തെ ഞാൻ കണ്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഫീസ് വേറെ. പക്ഷേ ഒന്നുണ്ട്, ടീച്ചർമാർ നന്നായി ക്ലാസ് എടുത്ത് കുട്ടികളെ ഉറക്കാറുണ്ട്. ഈ ഉറക്കം തികച്ചും ഫ്രീ ആണ്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഈ ഉറക്കം നല്ലതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതുമാണ്. എൻ്റെ സ്കൂളിൽ 2000 പേർക്ക് ആ കൂടി ഉള്ളത് 2 ബാത്റൂം, 4 പൈപ്പ്, 2 ബക്കറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും പിള്ളേർക്ക് ഇത്ര മതിയോ എന്നുള്ളത്. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു, ഇല്ല, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്ക് ഉപയോഗം ഉണ്ടാവണം, അതാണ് ലോകത്തിന് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാത്രം പിള്ളേർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ എല്ലാവരും കൊടുക്കണം എന്തിനാണ് എൻ്റെ ചോദ്യം. ഈ 2000 പേർക്കും ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻ പേപ്പർ, 4 ആൻസർ പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാവും, പേപ്പറും ലാഭമാവും. എൻ്റെ സ്കൂള് ടെക്നോളജി പരമായിട്ട് വളരെ മുമ്പിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ കാണുന്ന ഹാൻഡ് ഡ്രയറൊക്കെ എൻ്റെ സ്കൂളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതിൽ പൈപ്പിൽ വെള്ളം വരില്ല, കാറ്റ് മാത്രം വരും. അവിടുത്തെ കാറ്റാണ് കാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി പരമായിട്ട് എനിക്കും എന്തെങ്കിലും മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ 50ഉം 100ഉം GB ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ 1ഉം 2ഉം MB ഉള്ള ചെറു ഫയലുകളാക്കി പരീക്ഷയ്ക്ക് പോയി. പക്ഷേ സ്കാനിങ്ങിൽ ഇങ്ങനെ പൊക്കി. അന്ന് സാർ എന്നോട് പറഞ്ഞു, നീ ഈ ചെറു ഫയലുകളിൽ നോക്കിയല്ല പരീക്ഷ എഴുതേണ്ടത്, നീ നിന്റെ ഓർമ്മയിൽ നിന്ന് വേണം എഴുതാൻ എന്നുള്ളതാണ്. 20 വർഷമായി ഒരേ ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന സാറ് ഇപ്പോഴും ആ ടെക്സ്റ്റ് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് 1 വർഷമായി ടെക്സ്റ്റ് കാണുന്ന ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതാൻ. ഇൻജസ്റ്റിസ് ആണത്. എൻ്റെ സ്കൂളിൽ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചു. അത് മൃഗശാലയിൽ പിള്ളേരെ കൊണ്ടുപോയി ദോ സിംഗം എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെയാണ് ദോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിനവർ 10 രൂപ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചെങ്കിലും 6 വർഷം കഴിഞ്ഞ് 99 ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഒരു പ്ലഗും ഒരു സ്വിച്ചും കൊണ്ടുവച്ചത്. അത് സ്കൂളിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണമെന്നുള്ളത്. ശാസ്ത്ര വിഷയങ്ങൾ മാതൃഭാഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫിസിക്സിൻ്റെ മലയാളം മീഡിയം ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ചു. അതിലെഴുതിയിരുന്നത്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിട്ടുള്ള പതന കോണിലൂടെ പ്രവേശിക്കുന്ന പ്രകാശരശ്മികൾ അവ അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ തന്നെ പ്രതിപതിക്കുന്നതിനാണ് പൂർണ്ണാന്തര പ്രതിപതനം. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൽ എഴുതി തോക്കുന്നതാണ് ഇതിനെക്കാട്ടും ഭേദമെന്ന്. അങ്ങനെ ഞാൻ വാച്ചിലെ സെക്കൻഡ് സൂചി 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം കറങ്ങുമെന്ന് വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് സാർ വന്നൊരു പ്രധാനപ്പെട്ട പാഠം എടുത്തത്, പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ. ശരി, ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ ശ്രദ്ധിച്ചു. സാർ വന്ന് ബോർഡിൽ 2 ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചു. സോ സ്വീറ്റ്. ഒരു ചെമ്പരത്തിപ്പൂവിന് കാറ്റത്ത് പൊടി പാറിപ്പറന്ന് മറ്റൊരു ചെമ്പരത്തിപ്പൂവിന് വീണ്
വേറൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടാവും, കഥ കഴിഞ്ഞു. ഈ ചെമ്പരത്തിപ്പൂവിന്റെ പൊടിവാർക്കൽ ടെക്നോളജി വെച്ച് മനുഷ്യന്മാർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ചെമ്പരത്തിപ്പൂവിന്റെ കാര്യം ചെമ്പരത്തിപ്പൂ നോക്കിക്കോളും, മനുഷ്യന്റെ കാര്യം മനുഷ്യൻ വേണം നോക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ, ചിത്രങ്ങൾ, സാഹിത്യം തുടങ്ങിയവ തേടി അറിഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പോഴും ആ യാത്ര തുടരുന്നു, വെറും ഒരു ഊളനെ പോലെ. ഒരു ചെമ്പരത്തിപ്പൂവിന്റെ പൊടിവാർക്കം വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ. ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നു PTA, അത് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നല്ല, പിള്ളേരെ തല്ലു കൊള്ളിക്കാനുള്ള ഒരു അസോസിയേഷൻ എന്നാണ് അതിനെ പറയേണ്ടത്. അതിൽ പിള്ളേരുടെ റിവ്യൂ ഒക്കെ നടക്കും. ഒന്നാമത്തെ പോസിറ്റീവ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു മരം കെട്ടാണ്, അതാണ് അവിടുത്തെ റിവ്യൂ. ഈ സ്കൂളുകാരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് തരം ആറ്റിറ്റ്യൂഡാണിത്? റിവ്യൂ പറയാം, ആ റിവ്യൂ സ്കൂളുകാരുടെ അവകാശമാണ്, പറയേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ ഈ സ്കൂളിലേക്ക് പൈസയും കൊടുത്താണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അവർക്കത് വിഷമമാകും, സാമ്പത്തിക നഷ്ടം വേറൊന്നുമല്ല. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ റിവ്യൂ 5-ാം ക്ലാസ്സിലും, 5-ാം ക്ലാസ്സിലെ റിവ്യൂ 10-ാം ക്ലാസ്സിലും ആയി പറയുക. റിവ്യൂ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ സ്കൂളിൽ ഏറ്റവും നന്നായി പണിയെടുത്തുകൊണ്ടിരുന്നത് PT സാറാണ്, ഈ ഫിസിക്കൽ ട്രെയിനിങ്. അദ്ദേഹം തെറി വിളിക്കാനും വിസിലൂതാനും മാത്രമേ വാതുറക്കാറുള്ളൂ. ഞങ്ങളുടെ സ്കൂളിന് ദേശീയം, സംസ്ഥാനം, ജില്ല, ഉപജില്ലാ തലങ്ങളിലൊന്നും മത്സരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരേ ഒരു എക്സസൈസ് അദ്ദേഹം സ്ഥിരം ചെയ്യാറുള്ളൂ. അതിങ്ങനെ 1 2 3 1 2 3 എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ 1 2 3 വെറുതെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ എന്താണ് ഉപയോഗം എന്നുള്ളത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ 1 2 3 ഇങ്ങനെ നമ്മൾ സ്പീഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കുന്നൊരു ആക്ഷൻ ആവും. അങ്ങനെ ഒരു സമയം ഒളിമ്പിക്സിലെ ഓട്ട മത്സരത്തിൽ അമേരിക്കക്കാരും ചൈനക്കാരും നിലത്തൂടെ സ്പീഡ് ഓടിപ്പോകുമ്പം അവരിങ്ങനെ പറന്ന് തോപ്പിക്കുന്ന ഇന്ത്യക്കാരെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഹി വാസ് എ ദീർഘദർശി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാലിബർ വെച്ചിട്ട് മാലിയിൽ മോഡൽസിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തി മാൻഹട്ടനിൽ നിൽക്കേണ്ടവനാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഇപ്പോൾ മാലിപ്പുറത്ത് മതിലും പറക്കി മാനത്ത് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ളവരടുത്ത് ഇങ്ങനെ സ്കൂളിലെ നൊസ്റ്റാൾജി ഒന്നും പറഞ്ഞു വരരുത്, അത് വിഷമമാകും. താങ്ക് യു. ശ്രീറാം, നല്ല രസമുള്ള കഥകളായിരുന്നു. സ്കൂൾ ലൈഫിലേക്ക് പോയി, സിലബസ്, ആക്ടിവിറ്റീസ്, ആ ഓർമ്മകളിലേക്കൊക്കെ പോയി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. രമേശ് ഏട്ടാ, എങ്ങനെയായിരുന്നു? ശ്രീരാമ അതിഗംഭീര സ്ക്രിപ്റ്റ്. സൂപ്പർ. പിന്നെ ശ്രീരാമിന്റെ ഒരു ശൈലിയാണ് അതിനി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കറക്ഷനിലേക്ക് പോകാനും തിരുത്താനും അല്ലെങ്കിൽ തിരുത്തപ്പെട്ട് മറ്റൊന്നാക്കി മാറ്റാനും ശ്രമിച്ചാൽ ശ്രീരാമിന് കൂടുതൽ പ്രഷറാവും എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ശ്രീരാം ഒരു വൺ ലൈനർ പോലെ കുറെ സാധനങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ മിക്കതും നല്ല നർമ്മമുള്ള ഓരോ ഫീസുകളെ കുറിച്ച് പറഞ്ഞതും, സ്കൂളിന്റെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞതും, അധ്യാപകരെ കുറിച്ച് പറഞ്ഞതും, പുസ്തകം നമ്മൾ 1 വർഷം കാണുന്നതും അധ്യാപകൻ 20 വർഷം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞതും എല്ലാം തന്നെ വളരെ നല്ല നർമ്മങ്ങളായിരുന്നു. അതിഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ശ്രീറാം വന്ന് നിന്നപ്പോൾ ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു മനുഷ്യൻ. സീരിയസ് കോമഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടാണ് ആ സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. വിഷുവിന് അദ്ദേഹത്തെ അറിയാമായിരിക്കും. അതായത് ഇത് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വന്നിരിക്കുകയല്ല, അതെ, ED റെയ്ഡാണ്. ഇത് കഴിഞ്ഞാല് ഒരു ED ഉദ്യോഗസ്ഥൻ വന്ന് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളെ റെയ്ഡ് ചെയ്ത് പിടിച്ച് കൊണ്ടുപോകും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ ലെവലിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകന് സ്കൂളിൽ ഒരുപാട് മുടി വളർത്തി യോയോ സ്റ്റൈലിൽ പോയതിന് ഇവനോട് പറഞ്ഞു അച്ഛനെ വിളിച്ച് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനും ഒരു കൂട്ടുകാരനും കൂടെ അവിടെ ചെന്ന് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഈ സ്കൂളിൽ മുടി വെട്ടിക്കാൻ തീരുമാനം എടുത്ത് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് അവിടെ പ്രിൻസിപ്പളുടെ ബാഗിൽ നോക്കിയപ്പോഴേ ഒരു വലിയ സ്വാമിയുടെ ഫോട്ടോ, ഫുൾ ജടയും, സ്കൂളിൽ അവരുടെയാ. നല്ല രസമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ വിഷയങ്ങളും നമുക്ക് ഓരോന്നും കേൾക്കുമ്പോഴും നമുക്കൊന്ന് ചിരിക്കാനും കൈയടിക്കാനും തോന്നുന്ന രീതിയിലായിരുന്നു ഓരോന്നും നിർത്തി ചെയ്തത്. രസമായിരുന്നു. ശ്രീരാമേ, നല്ല എനിക്ക് തോന്നി എന്താണെന്നറിയാമോ, ഞാൻ ഈ സ്കൂളുകളിൽ ആനിവേഴ്സറിക്കൊക്കെ കലാകാരന്മാരെയൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ പരിപാടിക്ക് ഉദ്ഘാടനത്തിനൊക്കെ. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ ഏറ്റവും നല്ലൊരു പരിപാടി ഉണ്ടാവും അവിടെ. അത് ആനുവൽ റിപ്പോർട്ട് വായിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതൊരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രൊഫസറുടെ സാഹിത്യം മുഴുവൻ അതിനകത്തുണ്ടാവും. മലയാളം ആണെങ്കിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറുടെ എല്ലാ സാഹിത്യങ്ങളും അതിനകത്തുണ്ടാവും. അതിങ്ങനെ
അതുപോലെ ആയിരുന്നു ശ്രീറാമിൻ്റെ ആ ഒരു അവതരണം. എല്ലാ ഓരോ വിഭാഗത്തെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ പോയത്. സത്യം ഒരു സ്കൂളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പുള്ളിനെ തൊടാത്ത കക്കൂസ് കുളിമുറി തൊട്ട് സ്റ്റാഫ് റൂം ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞു. നല്ല രസമായിരുന്നു. പഠിച്ച സ്കൂളിൽ നിന്ന് എന്തായാലും ഒരു വിളി വരും പരിപാടി. അപ്പോൾ അതിനൊരു മിമിക്രി ട്രൂപ്പിനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ മിമിക്രി ട്രൂപ്പൊക്കെ ആയിട്ട് അവിടെ ചെന്ന് അപ്പോൾ അവിടുത്തെ ടീച്ചർമാരെല്ലാവരും സുന്ദരികളായ ടീച്ചർമാർ. അപ്പോൾ എല്ലാവരും ഈ റോസ് കളറിൽ സാരിയിൽ ചെറിയ പൂക്കളുള്ള സാരി കൊടുത്തിട്ടുള്ള അങ്ങനെ എല്ലാവരും ഒരേ മാച്ചിങ്ങാ ഇങ്ങനെ എല്ലാവരും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ടിനി ടോം ഉണ്ടായിരുന്നു. ടിനി ടോം മതി കഥ ഹിറ്റ് പറയണ ഇനി കഥ പറയണം, കഥ ഹിറ്റ് എന്നുള്ളത് ഉറപ്പ്. അപ്പം ടിനി ടോം ഉണ്ടായിരുന്നു. അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചെല്ലുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര സ്വീകരണം. അവർ സ്വീകരിച്ചിരുത്തുന്നു, ഭവ്യതയോടുകൂടി നിൽക്കുന്നു. ടീച്ചർമാരൊക്കെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നു, ചായ തരുന്നു, കാപ്പി തരുന്നു, ഇതെല്ലാം തരുന്നു. സലീംകുമാറൊക്കെ ഉണ്ട് പരിപാടി അവതരിപ്പിക്കാൻ. ഞാൻ സലീംകുമാറിനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ടിനി ടോം ടീച്ചർമാരെയൊക്കെ നോക്കിയിട്ട് ചിരിക്കുക. അപ്പം ടീച്ചർമാരൊക്കെ ഇതെന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ ടിനി ടോം പറയാ പോൺസിന്റെ കുപ്പി നിരത്തി വെച്ചേക്കണ പോലെ ടീച്ചർമാരുന്നു. അങ്ങനെ ഒരുപാട് സ്കൂൾ മെമ്മറീസ്. എന്തായാലും അങ്ങനെയുള്ള കുറെ നല്ല നല്ല സ്കൂൾ മെമ്മറീസിലേക്കും ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയി ശ്രീറാം. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് മാർക്സ് അറിയാം പിന്നീട്. ഓക്കെ, താങ്ക് യു. എനിക്കൊരാഗ്രഹം. എന്ത് നിന്റെ ആഗ്രഹം? ഒന്നുമില്ല. നിന്റെ ആഗ്രഹം നടത്തി തരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. ready. അതെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ഞാൻ ഈ ഷൂട്ടിംഗ് ഒക്കെ. ആഗ്രഹം എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമാണ്, അതൊരു സംശയമാണ്. നിങ്ങൾ എനിക്കത് കറക്റ്റ് ചെയ്ത് തരണം. വലിയ വിശേഷമുള്ള ചോദ്യങ്ങളാണോ? അല്ലല്ല, വെരി സിമ്പിൾ, വെരി ഈസി, സിമ്പിൾ. ചേട്ടാ എത്രയേ ഉള്ളൂ. കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വടേക്കാട് അജയൻ ചേട്ടനും പറയാം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ആ, മൂക്കൊണ്ട് കാണാൻ പറ്റും, മണക്കാൻ പറ്റും, മണക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ കണ്ണിന് മൂക്ക് കാണാം, മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണിന് മൂക്ക് കാണാം, കറക്റ്റ് അല്ലേ? മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. ആ. നല്ല ഉത്തരവാണ്, അടിപൊളിയാണ്. ആ അതല്ലേ ഉദ്ദേശിച്ച ഉത്തരം? ശരിയാണ്. അതായത് അല്ല, അതല്ല ഉത്തരം. ഉത്തരമല്ല, അതായത് ഇത് ശാസ്ത്രീയമായിട്ട് കണ്ണിന് മൂക്ക് കാണാം. പറ്റും. നമ്മുടെ മൂക്ക് 24 മണിക്കൂർ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കൊന്നും വേണ്ട മൂക്ക് കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾ കാണാം, അല്ലേ? നിങ്ങളിത് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂക്ക് അവിടെ ഇരിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ. പക്ഷെ മൂക്ക് ഇഗ്നോർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പരിണാമത്തിൽ നമ്മുടെ മുഖം പരന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം. മുഖം കഴിഞ്ഞ് മുന്നിലേക്ക് സ്പേസ് ഉള്ള എല്ലാ ജീവികൾക്കും സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ പട്ടിയെ കണ്ടോളൂ, Yes. സൈഡിലാണ് കാണുന്നത്. പക്ഷെ മൂങ്ങയ്ക്ക് നേരെയാ കണ്ടിരിക്കുന്നത്. കാരണം അതെ. മൂങ്ങയ്ക്ക് മൂക്കിന്റെ പ്രശ്നമില്ല, ബാക്കി എല്ലാ പക്ഷിക്കും ഇവിടെയാ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണുള്ളൂ, വിഷൻ. സൈഡിൽ വെച്ച് കൊടുക്കും. അതെ, മുഖം നേരെയുള്ള ജീവികൾക്ക് നേരെ കണ്ണും, ബാക്കി മുഖം കഴിഞ്ഞ് മുന്നിലോട്ട് മൂക്കുള്ള എല്ലാ ജീവികൾക്കും സൈഡിൽ കണ്ണുമായിട്ടാണ് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഇത്തരം നിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആ. ഒരു കണ്ണാടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഒരേ ഒരു അവയവം ചെവിയാണ്. നമുക്ക് നമ്മുടെ ചെവി കാണാൻ പറ്റില്ല. പറ്റില്ല. ഒരു അതെ, കണ്ണാടി അതെ. ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കി കാണാൻ എല്ലാ പറ്റില്ല. അവയവവും നമുക്ക് ശ്രമിച്ചാൽ കാണാം. കഴുത്ത് കാണാൻ പറ്റില്ല. കഴുത്തൊരു അവയവമാണ്. ചിലർക്ക് ചെവിയില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഗ്ലാസ് വയ്ക്കുന്നത് ചേട്ടാ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ ഇതുപോലെ? ഇല്ല, ഉത്തരവില്ല. ഇല്ല. അജയൻ ചേട്ടാ? കണ്ണ് കാണാത്തവരുണ്ടാവും, പക്ഷെ മൂക്ക് കാണാത്തവരില്ലല്ലോ. ഓക്കെ, ശരി, ഞാൻ പറയാം. ഇത് കുറച്ച് ഇമോഷണൽ ആണ് ആ ചേട്ടാ. ചിലപ്പോ ഇത് ചീഞ്ഞു പോയിട്ട് നീ ഇമോഷൻ ഇവിടെ നിന്ന് കരയേണ്ടി വരും. പറ. പറ. ഓക്കെ, ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ചേട്ടാ. നമ്മുടെ കണ്ണ് നിറയുമ്പോ ആ കണ്ണീരൊപ്പാൻ 1000 പേര് വരും. പക്ഷേ മൂക്ക് നിറഞ്ഞാല് അത് ആ മൂക്ക് നീരൊപ്പാൻ ആരെങ്കിലും വരുമോ? ആ വരും ഇല്ല. ഞാനേ നല്ല കമ്മലും ഇത്രയും നല്ല കറുപ്പ് രസമുള്ള ഒരു ഉടുപ്പും മാലാഖയുടെ ലുക്കുമായിട്ട് നിന്നിട്ട് ഈ മൂക്കട്ടയുടെ കോമഡി നീ പറയും നമ്മൾ വിചാരിക്കുന്നില്ല. സത്യമായിട്ടും ഞങ്ങൾ ആ പ്രദേശത്ത് കിടന്ന് ചിന്തിച്ചില്ല. നിന്റെ ഇപ്പോഴത്തെ ലുക്കും ഞങ്ങളുടെ മൂക്ക് നിറഞ്ഞവരല്ലേ, പക്ഷെ ഡയനയുടെ മൂക്ക് നിറഞ്ഞ ചിലപ്പോ പലരും വരും. ആ ഒരുപാട് പേര് വരും. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാണ്. ഈ പറഞ്ഞത് കറക്റ്റാ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് ചേട്ടാ. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്തൊരു പരിപാടി കൊടുത്തു. അപ്പൊ മലയാളത്തിലെ ഒരു സിനിമാ നടിയുടെ ഡാൻസാ, ആളുടെ പേര് പറയണില്ല, സിനിമാ നടിയുടെ ഡാൻസാ. അപ്പൊ ഈ ഡാൻസിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി ഈ മോളിലിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറുന്നുണ്ട്, വേറെ ഡ്രസ്സായിട്ട് വരുന്നത്. അപ്പൊ അതിന് ഈ സൈഡിൽ ഗാലറി ഉണ്ട്, ഇങ്ങനെ 2 സൈഡിൽ ഗാലറിയുടെ സൈഡിൽ നിന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാം. അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്നാണ് മാറിയിട്ട് അങ്ങോട്ട് കയറുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇവരിത്തിരി ഓഡിയൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ സൈഡിലേക്ക് ഒന്നും കൂടി മാറി. അവിടെ വെറുതെ ടർപ്പായ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 6 അടി പൊക്കം ഉണ്ടായിരുന്നു സ്റ്റേജിന്, നേരെ താഴത്തേക്ക് പോയി.
ഈ ഡാൻസ് കളിച്ചിരുന്ന ആൾ നേരെ താഴത്തേക്ക് പോയി. അപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും കമ്മിറ്റിക്കാർ ഞങ്ങളൊക്കെ ഞെട്ടി ഇതെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ഇവർ എയറിൽ പൊങ്ങി വരുന്നു. ഫ്രണ്ടിലിരുന്ന വെച്ചാൽ ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ വീഴുന്നത് അവർ കണ്ടു. ഓടി വന്നിട്ട് എല്ലാവരോടും പൊക്കിയെടുത്ത് സ്റ്റേജിലേക്ക് വെച്ചു. കർത്താവ് ഉയർത്ത് പൊങ്ങി വന്നു പെൺപിള്ളേരായോണ്ട് കൊള്ളാം. ആണുങ്ങളെങ്ങാൻ ആയിരുന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് കൊഴുത്ത് അരിച്ച് എന്ത് പാടുപെട്ടേനെ. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ പരിപാടികൾ ചെയ്യുന്നതിനിടയ്ക്ക്? എവിടുന്നാ? ഇതുപോലുള്ള സ്റ്റേജിൽ നിന്ന് ഞങ്ങളൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകത്തേ ഉള്ളൂ. അത് നമ്മുടെ സമ്മതം നാരി നാരി എന്നുള്ള പാട്ട് പാടും എന്റെ കൂട്ടുകാരൻ. അപ്പം പാടുമ്പോ കോഡ്ലെസ് മൈക്കുമായിട്ട് അവൻ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നപ്പോ ഞങ്ങൾ സൈഡിൽ നോക്കുമ്പോ അവൻ പുറത്ത് നടന്ന് പാടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവൻ നാരി നാരി പാടുന്നു. ഇവന്റെ തോളത്തെടുത്ത് വെച്ചോണ്ട് നടക്കും ഇവനെ പാട്ടിന് വേണ്ടിയിട്ട്. ഭയങ്കര രസമൊക്കെ ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവൻ നാരി 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 ഇങ്ങനെ ഒരു ടോൺ വരുന്നെന്ന് വെച്ചാൽ ആരോ ഇവനെ തോളത്തെടുത്ത് വെച്ചിട്ട് ഇവന്റെ തുടക്കിട്ട് കിള്ളുക. തൊടയിൽ ഇങ്ങനെ കിള്ളിയിട്ട് ഇവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എടുത്ത കൂട്ടത്തിൽ ഒരുത്തൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ കിളിയാക്കുക, ഇത് കിള്ളുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നാരി നാരി ഇറങ്ങി വന്നത്. നമ്മുടെ രണ്ട് കലിപ്പന്മാർ ശ്രീറാമും സുദീപും രണ്ടുപേരും അവരുടേതായ ശൈലിയിൽ പ്രസന്റ് ചെയ്തവരാണ്. ഇനി നമുക്ക് അവർക്ക് എത്ര മാർക്സ് ലഭിക്കുന്നു എന്നറിയാം. രമേശ് ഏട്ടാ, മാർക്സ് പ്ലീസ്. സുദീപ് 50-ൽ 46. 46 out of 50. സുദീപ് 46. വീണ്ടും 46. That makes 92 out of 100. Congratulations. ഇനി ശ്രീറാമിന്റെ മാർക്സ്. ശ്രീരാമന് 50-ൽ 47. 47 out of 50. ചേട്ടാ 47 തന്നെ ഞാൻ. വീണ്ടും 47. That makes 94 out of 100. Very good. അപ്പോ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ is ശ്രീറാം. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. കലിപ്പനും കാന്താരിയും മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി എപ്പിസോഡിലൂടെ. Until then, bye. Once upon a time, കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.